ഞാൻ ചേച്ചി സോറി എടി ചോദിക്കുക കൊണ്ട് ഒന്നും തോന്നരുത്. അപ്പോൾ അയാൾ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലേ? ഒന്നും നടന്നിട്ടില്ലേ? ചേച്ചി ഇല്ലടാ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോഴും അത് കേട്ടപ്പോൾ മനസ്സിൽ അല്പം വിഷമം തോന്നിയെങ്കിലും ഉള്ളിൽ വലിയൊരു സ്ഫോടനമാണ് നടന്നത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ അതോ കൂടെ ഇരുന്ന് കരയണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പോട്ടെ ചേച്ചി, അല്ല അവന്തികെ, എല്ലാം ശരിയാകും. ചേച്ചി ഇനി എന്ത് ശരിയാവാൻ, ഇങ്ങനെ അങ്ങ് പോകും, അത്ര തന്നെ. വല്ലവനെയും പ്രേമിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോൾ 2 പിള്ളേരുമായി അവൻ്റെ വീട്ടിലിരുന്നേനെ, അറിയോ? ഞാൻ അപ്പോൾ പിള്ളേർ ആകാത്തതാണോ നിന്റെ വിഷമം? ചേച്ചി എടാ, അങ്ങനെയല്ല. ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും? അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കൊതിമൂത്ത് നിൽക്കുവാണെന്ന് എന്നോടെങ്ങനെ പറയും? അതാണ് ചേച്ചിയുടെ പ്രശ്നം. ഞാൻ ശരി ശരി, എനിക്ക് മനസ്സിലാകും നിന്നെ. ഒരു നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം. കേൾക്കാൻ നീ റെഡിയാണോ? ചേച്ചി നീ പറയൂ, ഞാൻ കേൾക്കാം. ഞാൻ നിന്നെ കല്യാണം കഴിക്കാനൊന്നും എനിക്കാവില്ല, അതറിയാലോ. പക്ഷേ നിന്നെ സന്തോഷിപ്പിക്കാൻ എല്ലാമായി ഞാൻ കൂടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാലോ? ചേച്ചി എടാ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ അതുതന്നെ. നീയും ഞാനും ഇന്നു മുതൽ എല്ലാ അർത്ഥത്തിലും നിന്റെ സന്തോഷമെല്ലാം തിരിച്ചു കൊണ്ടുവരാം. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നീ ആലോചിക്കൂ, എന്നിട്ട് പറഞ്ഞാൽ മതി. നിന്റെ ജീവിതം തകർക്കാനോ നിന്നെ ചതിക്കാനോ എനിക്ക് ഉദ്ദേശമില്ല. നീ എനിക്ക് നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് നല്ല ബെസ്റ്റുകളായി പോകാം, എന്താ? അത് കേട്ട് അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഞാൻ അവളുടെ കൈയുടെ മുകളിൽ എൻ്റെ കൈ വെച്ചു. അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനും. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അല്പം ഇരുട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് എളുപ്പമായി. അവൾ പെട്ടെന്ന് എൻ്റെ ആദ്യമായിട്ട് ഒരെണ്ണം കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതായി. പെട്ടെന്നുള്ള അവന്തികയുടെ ആ നീക്കം എന്നെ എന്തോ ആക്കി. ഞാനും തിരിച്ചു കൊടുത്തു. കുറച്ചു നേരം അങ്ങനെ. ശേഷം ഞങ്ങൾ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു. എണീറ്റ് കുറേ നേരം നടന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. പോകുന്ന വഴിയിൽ അവൾ ഒന്നും മിണ്ടിയില്ല. അവളാകെ ടെൻഷൻ അടിച്ചതുപോലെ തോന്നി എനിക്ക്. അവളെ അവളുടെ വീട്ടിൽ അവിടെ എത്തിച്ചു. ഒന്നും പറയാതെ അവൾ പോകാൻ നിന്നപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് എന്നിലേക്ക് ചേർത്തു. എന്താ മോളൂസേ മിണ്ടാതെ പോകുന്നേ? അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചേച്ചി എടാ, നമ്മൾ ഇന്ന് ചെയ്തത് ശരിയാണോ? ഞാൻ എന്താ ഇപ്പോൾ അങ്ങനെയൊരു ചോദ്യം? നിനക്കും വേണ്ടേ ജീവിതത്തിൽ സുഖവും സന്തോഷവുമൊക്കെ? എത്ര നാൾ ഇങ്ങനെ സങ്കടത്തോടെ ജീവിക്കും? പിന്നെ ആ നെറ്റിയിൽ ഒരു മുഖമെടുത്തു. തിരിച്ച് ചേച്ചി. ഞാൻ ചേച്ചിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരിക്കലും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ നീ വേറെ, ഞാൻ വേറെ. നമ്മൾ ഉള്ളിൽ എന്നും ഒന്നാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ, നീ പോകുന്നത് വരെ മറ്റൊരാളെ എനിക്കുണ്ടാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ചേച്ചിയെ എൻ്റെ ഭാഗത്ത് എത്തിക്കാൻ പറ്റൂ. എനിക്ക് എല്ലാം വേണം, എല്ലാം കഴിക്കണം, പല രീതിയിലും. അതിനുവേണ്ടി ഞാൻ എന്തും പറയും. ആഗ്രഹമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറ്റെന്തോ ആണ് എനിക്ക്. അത്രയ്ക്ക് ഒരു സാധനം തന്നെയായിരുന്നു
അതിനുവേണ്ടി ഞാൻ എന്തും പറയും. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നടന്നു. പിന്നെ ഞാൻ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്കും വിട്ടു. അന്ന് രാത്രി വാട്സപ്പിൽ, ചേച്ചി, ഡാ, എന്തുണ്ട് വിശേഷം? ഞാൻ, സുഖം. നീ എന്താ മിണ്ടാതെ പോയത്? ചേച്ചി, നീ എവിടെയായിരുന്നു? കാണാനില്ലല്ലോ. എന്താ ഇപ്പോൾ അവിടെ പണി? ഞാൻ, ഇവിടെയുണ്ട്. നിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി, എങ്ങനെയുണ്ട് ഓട്ടമൊക്കെ? ഞാൻ, ആകെ ബോറാണ്. ചേച്ചി, ആഹാ, പിന്നെ വേറെ എന്തുണ്ട്? ഞാൻ, ഓ, ഇങ്ങനെ പോകുന്നു. ചേച്ചി, ഡാ, എൻ്റെ ഫോൺ ഇന്ന് വെള്ളത്തിൽ വീണു. പെട്ടെന്ന് തന്നെ അവിടെ എടുത്തു വെച്ച് തുടച്ചു. ഫോൺ പോകുമോടാ? ഞാൻ, ബാറ്ററി ഊരിയാണോ വെച്ച്? ചേച്ചി, അയ്യോ അല്ലടാ. ഞാൻ, എങ്കിൽ പണി കിട്ടും. അത് ഊരി വെക്കൂ. ഞാൻ നാളെ വന്ന് നോക്കാട്ടോ. ചേച്ചി, ശരിയടാ. പിറ്റേ ദിവസം അവൾ ജോലിക്ക് പോയിരുന്നില്ല. എന്നെ വിളിച്ച് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോയി. ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അങ്ങനെ ചേച്ചിയുടെ വീടെത്തി. അപ്പോൾ അമ്മായി അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അത്യാവശ്യമായി എവിടേക്കോ പോയിരിക്കുമായിരുന്നു. അതാണ് ചേച്ചി എന്നെ വീട്ടിലേക്ക് വിളിച്ചത്. ചേച്ചി, കയറി വാടാ. ചേച്ചി ഒരു നീല നൈറ്റിയായിരുന്നു ഇട്ടത്. അത് കുറച്ച്. ഞാൻ, ചോറ് കഴിച്ചോ ചേച്ചി? ചേച്ചി, കഴിച്ചടാ. നീയോ? കഴിച്ചു. ഫോൺ എവിടെ ചേച്ചി? അവൾ ഫോൺ എടുത്ത് തന്നു. ഞാൻ ബാറ്ററി ഇട്ട് ഓൺ ചെയ്ത് നോക്കി. അത് ഓണായി. അവൾക്ക് സന്തോഷമായി. നീ ബാറ്ററി മാറ്റാൻ പറഞ്ഞത് നന്നായി. ഞാനത് തുറന്നപ്പോൾ അതിൽ വെള്ളമുണ്ടായിരുന്നു. ഡാ, അതിന് വേറെ കുഴപ്പം വല്ലതും കാണുമോ? ഞാൻ, അറിയില്ല ചേച്ചി. ആരെയെങ്കിലും ഫോൺ ചെയ്ത് നോക്കിക്കേ. ചേച്ചി, നിൻ്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ചേച്ചി എൻ്റെ ഫോണിൽ വിളിച്ചു. ഫോൺ റിങ് ചെയ്തു. ഞാൻ ചേച്ചിയുടെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ചേച്ചിയുടെ ഫോണും റിങ് ചെയ്തു. അപ്പോൾ ഫോണിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചേച്ചിക്ക് സന്തോഷമായി. ചേച്ചി കാപ്പി കൊണ്ടുവന്ന് എനിക്ക് തന്നു. അത് തരാൻ ചേച്ചി. അപ്പോൾ എൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയി. ഞാൻ അത് ശ്രദ്ധിച്ചു. എങ്കിലും ഞാൻ ശ്രദ്ധ മാറ്റി. പക്ഷെ ഞാൻ അവിടെ ഒരു ചെറിയ മറുക് കണ്ടു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, ഡാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതിയെന്ന്. ഞാൻ, അയ്യോ ചേച്ചി, അല്ല, സോറി അവന്തികെ, ഞാനത് മറന്നോട്ടോ. ചേച്ചി, അങ്ങനെ ഞാൻ കാപ്പി കുടിച്ചിട്ട് പിന്നെ തിരിച്ചു പോന്നു. അങ്ങനെ അന്ന് രാത്രി കിടക്കാറായപ്പോൾ എനിക്ക് ചേച്ചിയെ ഓർമ്മ വന്നു. ഞാൻ വാട്സപ്പ് നോക്കി. വെറുതെ ഒരു ഹായ് അയച്ചു. കുറേ നേരം നോക്കിയിരുന്നു. റിപ്ലൈ കിട്ടിയില്ല. പിന്നെ ഒരു 11 മണിയായപ്പോൾ റിപ്ലൈ വന്നു. ഹായ് അനന്തു. ഞാൻ, എന്ത് ചെയ്യുക, കിടന്നോടി. ചേച്ചി, ഇല്ലടാ, നീയോ? ഞാൻ, ഇല്ലടി. ചേച്ചി, ആഹാ, ഇനി എപ്പോഴാ കിടക്കുന്നേ? ഞാൻ, ഒരു 12:30 മണിയൊക്കെ ആവും. ചേച്ചി, കൊള്ളാലോ, അതുവരെ എന്താ പണി? ഞാൻ, ഫോണിൽ ചാറ്റ് തന്നെ. ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ചേച്ചി, ആഹാ, കൊള്ളാം, ലവറോടാണോ ചാറ്റിങ്? ഞാൻ, ഓടി അവിടുന്ന്, നമ്മളെയൊക്കെ ആര് ഇഷ്ടപ്പെടാനാ? ചേച്ചി, ആഹാ. ഞാൻ, ഭർത്താവ് വിളിച്ചോടെ? ചേച്ചി, ഇല്ലടാ, അയാൾ എന്തിനാ വിളിക്കുന്നേ? ഞാൻ, ചേച്ചി, ഫോണിൽ ഇങ്ങനെ നോക്കിയിരുന്നാൽ ബോറടിക്കില്ലേ? ഞാൻ, ടൈം പോകണ്ടേ ചേച്ചി, ബോറാവാത്ത എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ചേച്ചി, ആഹാ, അതെന്താ? ഞാൻ, സിനിമ, ചിലപ്പോൾ വീഡിയോസ്, പിന്നെ ഫേസ്ബുക്ക്, അങ്ങനെയൊക്കെ. ചേച്ചി, ആഹാ, വീഡിയോസൊക്കെ ഉണ്ടോ? സോങ് ആണോ? എനിക്കും കൂടി താടാ. ഞാൻ, അയ്യോടെ, സോങ്ങൊന്നുമല്ല. ചേച്ചി, വേറെ എന്താ? ഞാൻ, അതൊന്നുമില്ല.
ചേച്ചി പറയടാ. ഞാൻ പറഞ്ഞ ചിലപ്പോൾ നീ എന്നോട് മിണ്ടില്ല. ചേച്ചി അതെന്താ അങ്ങനെ? ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തിനാ? ഞാൻ എടി അതാണ് സോറി. അത് കേട്ട് ചേച്ചി ചിരിച്ചു. ഇതാണോ കാര്യം? ഇതിനാണോ നീ പേടിച്ച്? ഞാൻ എന്താ ചിരിക്കുന്നേ?